വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരുപക്ഷെ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് നേമം മണ്ഡലമാണ്. അത്തരത്തിൽ ഒരു ഹെവി വെയിറ്റ് മത്സരം അവിടെ നടക്കാൻ പ്രധാനപ്പെട്ട കാരണം മൂന്ന് മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. 2016 കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP കേരള നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം കൂടിയാണ് നേമം. എന്നാൽ 2021 ആ അക്കൗണ്ട് പൂട്ടിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കേരള ജനത കണ്ടതാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഇതുവരെയും കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 2-3 മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന മണ്ഡലം കൂടിയാണ് നേമം. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് തൃശ്ശൂരിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് താൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ഏത് മണ്ഡലമാണെന്ന് അറിയണോ എന്ന് മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് ചോദിച്ചിട്ട് നേമത്ത് താൻ മത്സരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അനൗദ്യോഗികമായിട്ടുള്ള ഒരു ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു അത്. അത്തരത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വയം നടത്തിക്കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അവിടെ BJP വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ BJPക്ക് NDAക്ക് മേൽക്കൈ കിട്ടിയ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ 2 മണ്ഡലങ്ങളിലൊന്ന് നേമമാണ്, മറ്റൊന്ന് വട്ടിയൂർക്കാവാണ്. നേമത്തെ ഏതാണ്ട് 5000-ഓളം വോട്ടുകളുടെ ഒരു ലീഡ് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം അവർക്ക് വിജയിക്കാൻ കഴിയും എന്ന ചോദ്യം അവരുടെ വശത്ത് ഉയരുന്നുണ്ട്. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ BJPക്ക് അവിടെ ജയിച്ചു കയറാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. BJPയുടെ സ്ഥാനാർത്ഥി അവിടെ രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു 2 സ്ഥാനാർത്ഥികൾ LDFന്റെയും UDFന്റെ സ്ഥാനാർത്ഥികൾ ആരെന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുകയാണ്. LDFനെ സംബന്ധിച്ച് അവരുടെ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ V. ശിവൻകുട്ടിയാണ് നേമത്തെ സിറ്റിംഗ് MLA. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4000-ഓളം വോട്ടുകൾക്കാണ് ശിവൻകുട്ടി BJP സ്ഥാനാർത്ഥിയായിരുന്നു കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത്. അത് 3ാം സ്ഥാനത്ത് വന്നത് UDFന്റെ K. മുരളീധരനായിരുന്നു. K. മുരളീധരൻ ഏതാണ്ട് 35,000-ഓളം വോട്ടുകൾ അവിടെ പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 2016 വെറും 13,000-ഓളം വോട്ടുകൾ മാത്രമാണ് UDFന് അവിടെ ലഭിച്ചത്. UDFന് വേണ്ടിയിട്ട് അവിടെ ഘടകകക്ഷികളാണ് മത്സരിച്ചത്. എന്നാൽ K. മുരളീധരൻ മത്സരരംഗത്തേക്ക് എത്തിയതാണ് 35,000-ഓളം വോട്ടുകൾ പിടിച്ചതോടുകൂടി BJPക്ക് അവിടെ തോൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത്തവണ V. ശിവൻകുട്ടി തന്നെയാകും LDFന്റെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് അവസാന നിമിഷവും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശിവൻകുട്ടി നിന്നാലേ അവിടെ വിജയസാധ്യത ഉള്ളൂ എന്ന ഒരു വിലയിരുത്തലാണ് CPMന് ഉള്ളത്. UDFിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പരിഗണിക്കുന്ന പേരുകളിൽ ഒന്നാമതുള്ളത് KS ശബരിനാഥനാണ്. മുൻ MLA, നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയാണ് ശബരിനാഥൻ. ശബരിനാഥനെ നിയമത്തിറക്കി ഒരു ശക്തമായ പോരാട്ടം നടത്തിയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. 2001-ലും 2006-ലും അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലമാണ് നേമം. എന്നാൽ 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് അവിടെ കോൺഗ്രസിന് ആ മണ്ഡലം കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഘടകകക്ഷികൾക്ക് കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവിടെ 2011-ൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ഇത്തവണ വിജയിക്കാൻ, നിയമസഭയിൽ വിജയിച്ച് ഭരണം നേടാനുള്ള ഒരു ലക്ഷ്യവുമായിട്ട് കോൺഗ്രസും UDFും മുന്നോട്ട് പോകുമ്പോൾ ഓരോ സീറ്റും അവർക്ക് നിർണായകമാണ്. ഏതെങ്കിലും ഒരു സീറ്റിനെ എഴുതിത്തള്ളി അങ്ങനെ കളയാൻ അവർ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ നേമം പോലെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ശബരിനാഥന്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ആദ്യ പരിഗണനയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് കോർപ്പറേഷനിലെ മറ്റൊരു കോൺഗ്രസിന്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള യുവമുഖമായിട്ടുള്ള വൈഷ്ണ സുരേഷിന്റെ പേരാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു പേരാണ് വൈഷ്ണ സുരേഷ് എന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു വൈഷ്ണ സുരേഷ്. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതു മുതൽ മുട്ടട എന്ന് പറയുന്ന വാർഡിൽ വൈഷ്ണ സുരേഷ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതു മുതൽ CPM അവർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവർ ഒടുവിൽ ഹൈക്കോടതിയിൽ പോയി അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചുകൊണ്ടാണ് അവിടെ മത്സരത്തിനായിട്ട് ഇറങ്ങി അവിടെ CPMന്റെ കോട്ടയായിട്ടുള്ള ആ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പിലെ ഒരു ഹീറോ ആയിട്ട് മാറിയ ഒരു യുവ നേതാവാണ് വൈഷ്ണ സുരേഷ്. തുടക്കം മുതൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആദ്യ ദിനം മുതൽ അവിടെ വലിയ രീതിയിൽ ഊർജ്ജസ്വലയായിട്ട് ആ വാർഡ് മുഴുവൻ കറങ്ങി നടന്ന് എല്ലാ ജനങ്ങളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് ആ ഉറപ്പ് കൊടുത്ത്
ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയാണ്, കൗൺസിലറായി മാറിയ വ്യക്തിയാണ് വൈഷ്ണവ സുരേഷ്. വൈഷ്ണവ സുരേഷിന്റെ പേര് നിയമമണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു യുവ വനിതാ നേതാവ് അവിടെ എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന് കൂടുതൽ മുതൽക്കൂട്ടാകും. അവിടെ ആ മണ്ഡലം ഈ ഒരു 15 വർഷത്തിന് ശേഷം പിടിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ട്. അങ്ങനെ വൈഷ്ണവ സുരേഷിന്റെ പേരും നിയമമണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊരു പേരെന്ന് പറയുന്നത് അത് നിലവിലെ തിരുവനന്തപുരത്തെ MP കൂടിയായിട്ടുള്ള ശശി തരൂരിന്റെ പേരാണ്. തുടർച്ചയായിട്ട് 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ചരിത്രമുള്ള രാഷ്ട്രീയ നേതാവാണ് ശശി തരൂര്. ശശി തരൂരിനെ കളത്തിലിറക്കുകയാണെങ്കിൽ നിയമം പുഷ്പം പോലെ ജയിച്ചു കയറാമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതേസമയം MP മാരെ വീണ്ടും മത്സരിപ്പിക്കണമോ, നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമോ എന്നുള്ള ഒരു സംശയം, അതിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു പക്ഷേ ശശി തരൂരിന് മുന്നിൽ ഒരു വഴിയടഞ്ഞേക്കാം. അല്ല, ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശശി തരൂർ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖരും P ശിവൻകുട്ടിയും മറ്റ് 2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോൾ ശശി തരൂർ അവിടെ എത്തുകയാണെങ്കിൽ ഈ 2 സ്ഥാനാർത്ഥികളെക്കാട്ടിലും ഒരു പ്ലസ് പോയിന്റ് ശശി തരൂരിന് ഉണ്ടാകും. ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവത്തിന് ഒരു വോട്ട് അവിടെ ലഭിക്കും. അത് UDF-നെ കോൺഗ്രസിന് ഗുണകരമാകും. നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് സുനിശ്ചിതമായിട്ടും വിജയിക്കുന്ന ഒരു സാഹചര്യം അത് സൃഷ്ടിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ട്. തരൂർ അവിടെ ഒരു മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഹെവി വെയിറ്റ് പോരാട്ടം തന്നെ നിയമമണ്ഡലത്തിൽ നടക്കും. അതിൽ കോൺഗ്രസിന് വിജയിക്കാനും കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ വളരെ ഗൗരവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നേമത്ത് BJP തവണ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് കൊണ്ട് തന്നെ BJP-യെ യാതൊരു കാരണവശാലും വിജയിപ്പിക്കരുത് എന്ന അടിയുറച്ചൊരു ലക്ഷ്യം കോൺഗ്രസിനും UDF-നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥി തന്നെയാകും അവിടെ രംഗത്തിറക്കുക. ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം, അവിടെ നിലവിലെ MLA ആയിരുന്നത് ആന്റണി രാജുവാണ്. അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ MLA ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ മാറിയിട്ടുണ്ട്. അവിടെയും ശക്തമായൊരു പോരാട്ടം തന്നെയാകും ഇത്തവണ നടക്കുക. കോൺഗ്രസ് ഒരുപക്ഷെ ഘടകകക്ഷിയായിട്ടുള്ള CMP-ക്ക് ആ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ CP ജോൺ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. 2016-ൽ 11-ലും 16-ലും കോൺഗ്രസ് ജയിച്ചതാണ്. VS ശിവകുമാർ ആയിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. എന്നാൽ 2021-ൽ അദ്ദേഹം ആന്റണി രാജുവിനോട് പരാജയപ്പെടുകയായിരുന്നു. ആ മണ്ഡലം തിരികെ പിടിക്കാൻ CP ജോണിനെ പോലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഇറക്കുന്നത് ഗുണകരമാകുമെന്നൊരു വിലയിരുത്തൽ UDF-നുണ്ട്. MP രാഘവന്റെ കാലം മുതൽ UDF-നോടൊപ്പമുള്ള ഒരു ഘടകകക്ഷിയാണ്. അവർക്ക് മതിയായ ഒരു പരിഗണന നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച് അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊപ്പം ഒരു CMP-യുടെ അംഗം കൂടി ഉണ്ടാകേണ്ടതും കോൺഗ്രസും UDF-ഉം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ CMP-യുടെ നേതാവ് കൂടിയായിട്ടുള്ള CP ജോണിനെ ഇറക്കി ശക്തമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കാനും കോൺഗ്രസും UDF-ഉം ലക്ഷ്യമിടുന്നുണ്ട്.